ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അതിൽ പടമാര് വീഴാം, മന്ത്രി വീഴാം, സേനനായകൻ വീഴാം. പക്ഷേ രാജാവ് വീഴാതെ നിങ്ങൾ ആ യുദ്ധം ജയിച്ചെന്ന് ഓർപ്പിക്കരുത്. അതെ, അവർ കിങ് ഈസ് ബാക്ക്, കിങ് കോഹ്ലി. ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു സെഞ്ചുറി അടിച്ച് കോഹ്ലി പാകിസ്ഥാൻ ടീമിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, നമ്മുടെ മോഹൻലാൽ സാറിന്റെ ഫേമസ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാകാം, എന്തോ എന്നെ ഇഷ്ടമാണ് പാകിസ്ഥാൻ ടീമിന് എന്ന രീതിയിൽ. കാര്യം പാകിസ്ഥാനായിട്ടുള്ള എല്ലാ ICC ടൂർണമെന്റ് മാച്ചിലും കോഹ്ലി തിരുമ്പി വരും എന്ന് പറയുന്ന പോലെയാണ്. കോഹ്ലി ഇത്തവണയും തെറ്റിച്ചിട്ടില്ല, സെഞ്ചുറിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്, ഫോം ആയിട്ടുണ്ട്, കിങ് കോഹ്ലി വന്നിട്ടുണ്ട്. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ട്. അത് എല്ലാ യൂട്യൂബ് ചാനലാണെങ്കിലും ന്യൂസിലാണെങ്കിലും എല്ലാത്തിലും, സ്പോർട്സ് ന്യൂസ് ചാനലാണെങ്കിലും എല്ലാത്തിലും അത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കീ പ്ലെയർ കോഹ്ലി ആയിരിക്കും എന്നുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കോഹ്ലി മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യ ടീം അവരുടെ മാച്ചസ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ, പീക്ക് പ്രഷറിലായിരിക്കും. അത് ഓവർകം ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മാച്ചിൽ തിളങ്ങാൻ പറ്റത്തുള്ളൂ. ആ കോൺഫിഡൻസ് ലെവൽ വരാൻ ആ ഒരു ക്യാരക്ടറുള്ള ആളാണ് കോഹ്ലിയും അതേപോലെ ഹാർദിക്കും. അതുകൊണ്ടാണ് ഞാൻ കീ പ്ലെയർ അവരായിരിക്കും എന്ന് ഞാൻ പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് എക്സ്പീരിയൻസിലൂടെ അത് കിട്ടാം, അല്ല ചിലരുടെ ക്യാരക്ടറിലൂടെ അത് കിട്ടാം. എന്താന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ സ്ഥിരം ജയിക്കുന്ന ഒരു ടീമല്ല ഇന്ത്യയായിട്ടുള്ള മാച്ചസിൽ. അപ്പൊ അവർക്ക് ആ ഒരു പ്രഷർ ഇല്ല. പക്ഷേ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുള്ള എല്ലാ മാച്ചസിലും ജയിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കളിയിലും ജയിക്കണം. അത് ജയിച്ചില്ലെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ആരാധകരുടെ സൈഡിൽ നിന്നും അല്ലാതുള്ള മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള പ്രഷർ നിങ്ങൾക്ക് ഊഹിക്കാൻ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഒന്ന് തോറ്റു കഴിഞ്ഞുള്ള ട്രോളും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്രയും പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് ആ മാച്ചസ് കളിക്കാൻ ഉള്ള ഇത് വരത്തുള്ളൂ. അപ്പൊ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കീ പ്ലെയർ കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് വിക്കറ്റ് ഇല്ലാതെ ആകെ സീനായിട്ടിരിക്കുമ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് ബോൾ ചെയ്ത് വിക്കറ്റ് ഇടുന്നതും. ആ ഒരു നല്ല കിടിലമായിട്ടാണ് ബോൾ ചെയ്തേക്കുന്നത് ഹാർദിക് പാണ്ഡ്യ. എനിക്ക് തോന്നുന്നു നല്ലൊരു പേസ് ബൗളിങ്ങിന്, അതായത് നമ്മുടെ ഷഹീൻ അഫ്രീദിയും നസീം ഷായും അതേപോലെ തന്നെ ഷമിയൊക്കെ എറിഞ്ഞ അതേ പിച്ചിൽ തന്നെയാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞത്. പക്ഷെ റൺ റേറ്റ് കുറവായിരുന്നു, ഓവർ നിരക്ക് കുറച്ചിട്ടാണ് എറിഞ്ഞത്. അതേപോലെ തന്നെ വിക്കറ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ബാബർ അസമിന്റെ ഉൾപ്പെടെയുള്ള വിക്കറ്റാണ് നേടിയേക്കുന്നത്. അതേപോലെ തന്നെ കോഹ്ലി ആദ്യം തൊട്ട് ഒരു പ്രഷർ ഇല്ലാതെ പക്കയായിട്ട് കളിച്ചിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടതാണ് ഒരു കവർ ഡ്രൈവ്. ആ ഹെഡിന്റെയും ആ ഒരു ബാറ്റിന്റെയും ആ ലൈൻ ഓഫ് ആക്ഷൻ, അത് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പെർഫെക്ഷൻ. അപ്പൊ അത്രയ്ക്ക് കോൺഫിഡൻസ് ലെവലിലാണ് ഈ ഒരു പ്രഷർ മാച്ചിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പം നമുക്ക് ഡയറക്റ്റ് മാച്ച് അവലോകനത്തിലേക്ക് വരാം. അപ്പം പാകിസ്ഥാനാണ് ടോസ് നേടിയത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടാണ് ടോസ് കിട്ടാതിരിക്കുന്നത്. അത് ഇത്തവണ ആവർത്തിച്ചു. പാകിസ്ഥാന് ടോസ് നേടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ആദ്യം ടോസ് നേടുന്ന ആൾ ബാറ്റിങ്ങിന് പോകുന്നത്. ഇവിടുത്തെ പിച്ചിന്റെ രീതി അനുസരിച്ചാണ് അവർ ബാറ്റിങ്ങിന് പോയി. സ്റ്റാർട്ടിങ് തന്നെ നോർമൽ എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് അവർ കളിച്ചത്. ആദ്യത്തെ പവർ പ്ലേ തന്നെ അവർക്ക് നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നു. അതായത് 10 ഓവറിൽ അവർ 54 റണ്ണ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല അടിച്ചു കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇമാം ഉള്ളക്കും ബാബർ അസമും, ഇമാം ഉള്ളക്ക് റൺഔട്ട് തന്നെ, അസർ പട്ടേലും നല്ല സൂപ്പറായിട്ടൊരു റൺഔട്ട് നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാബർ അസം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിക്കാണ് കളിച്ച് വന്നുകൊണ്ടിരുന്നതാണ്. നമുക്ക് ആകെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ. കാര്യം ബാബർ അസം ആ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ കൈവിട്ട് പോകും. അപ്പൊ അങ്ങനെയും വിക്കറ്റ് ഇടണം. ഷമി നോക്കിയിട്ടും പറ്റുന്നില്ല, ഹർഷിത് റാണ നോക്കിയിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഹാർദിക് പാണ്ഡ്യ കൊണ്ടുവന്ന്, എനിക്ക് ഹാർദിക് പാണ്ഡ്യ ചില മാച്ചസ് നല്ല ലൈനിൽ ലെങ്തുമാണ്. ഇത്തവണ അത് തെറ്റിച്ചില്ല. നല്ല ലൈനിൽ ലെങ്തിലും എറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പേസ് ഉണ്ടായിരുന്നു, സീം ഉണ്ടായിരുന്നു. ആളുടെ ഒരു ബോള് ബൗണ്ടറി അടിച്ച്, അപ്പൊ ആളുടെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്ലോസ് കാണിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ഇത് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു റിയാക്ഷൻ നമുക്ക് അറിയാമായിരുന്നു. അടുത്ത ബോൾ വിക്കറ്റ് ഇടും എന്ന രീതിയിൽ തന്നെയാണ് ആൾ ബോൾ ചെയ്തത്. അടുത്ത ബോൾ ബാബർ അസം ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബോളായിരുന്നു. പിന്നീട് വന്നതാണ് സൗദ് ഷക്കീലും റിസ്വാനും. അവർ തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കളിയിൽ പറഞ്ഞായിരുന്നു, റിസ്വാനും ഒരു കീ പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. റിസ്വാനെ കറക്റ്റായിട്ട് വിക്കറ്റ് ഇല്ലെങ്കിൽ റണ്ണ് കയറും എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അവർ നല്ലൊരു പാർട്ണർഷിപ്പ് കൊണ്ടുവന്നു. അവര് നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര റണ്ണ് കയറാൻ ഒരു ചാൻസ് കിട്ടിയത്. റണ്ണ് കയറാൻ ചാൻസ് കിട്ടിയെന്നല്ല, മിഡിൽ ഓവർ എറിഞ്ഞ ആർക്കും വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ല. കുൽദീപും അതേപോലെ അക്സർ പട്ടേലിനാണെങ്കിലും രവീന്ദ്ര ജഡേജ ആണെങ്കിലും അവർക്ക് മിഡിൽ ഓവറിൽ വിക്കറ്റ് ഇടാൻ കഴിയാത്തതാണ്. പാകിസ്ഥാൻ നല്ല രീതിക്ക് പോയി. 151-2 എന്ന നിലയിൽ നിന്ന് പെട്ടെന്നാണ് 241-10 എന്ന നിലയിലേക്ക്
നമ്മൾ ഇന്ത്യൻ ബൗളേഴ്സ് പാകിസ്ഥാനെ വരിഞ്ഞു കിട്ടിയത്. അതൊരു പെട്ടെന്നുള്ള നല്ലൊരു റണ്ണിലോട്ട് പോയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിലെ ആവറേജ് ഫസ്റ്റ് ബാറ്റിംഗിൽ ചെയ്ത ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 250 ആണ്. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ റൺ ചേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാനും ആദ്യം ടെൻഷൻ അടിച്ചായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിൽ ഇന്ത്യൻ ബൗളേഴ്സ് അത് എറിഞ്ഞിടുകയും കാര്യങ്ങളൊക്കെ നല്ല ഫീൽഡിംഗ് ഒക്കെ ആയിരുന്നു. ഒരു 2 ക്യാച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അറ്റ് ടൈമിൽ തന്നെ അവർ ആളുടെ വിക്കറ്റ് ആ ബാറ്റ്സ്മാൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. പെട്ടെന്നായിരുന്നു വിക്കറ്റ് എല്ലാം പോയത്. അങ്ങനെ 241-ന് 10 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ ചുരുങ്ങി. ഇന്ത്യൻ ബൗളേഴ്സിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഷമി വിക്കറ്റ് നേടാൻ പറ്റിയില്ല. ഒരുവിധം റണ്ണും കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊന്നും റൺ റേറ്റ് പിടിക്കാൻ പറ്റിയില്ല ആൾക്ക് ഈ കളിയിൽ. പക്ഷേ കുൽദീപ് യാദവും ഹർദിക് പാണ്ഡ്യ നല്ല രീതിക്ക് ബോൾ എറിഞ്ഞിട്ടുണ്ട്. കുൽദീപ് യാദവ് 3 വിക്കറ്റ്, ഹർദിക് പാണ്ഡ്യ 2 വിക്കറ്റ്, ബാക്കിയുള്ള അസർ പട്ടേലും രവീന്ദ്ര ജഡേജയ്ക്ക് ഓരോ വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഹർഷിത് റാണയ്ക്ക് 1 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല രീതിക്ക് റൺ റേറ്റ് ഒക്കെ നോക്കി. കുൽദീപ് യാദവ് ഹർദിക് പാണ്ഡ്യ നല്ല രീതിക്ക് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 242 റൺ ചേസ് ആയിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. രോഹിത്തും ഗില്ലും നോർമലിൽ നിന്ന് വ്യത്യസ്തമായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് ആദ്യത്തെ ഒരു പവർ പ്ലേയിൽ വിക്കറ്റ് പോകുന്ന ഇന്ത്യയുടെ ഒരു രീതിയിൽ, അതിലെന്ന് പറഞ്ഞാൽ ആ ടെൻഷനിൽ പ്രഷറിൽ വിക്കറ്റ് പോകുന്നതാണ്. എന്തോ ഇത്തവണ അതുണ്ടായില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഫോമിലുള്ള ഒരു കോൺഫിഡൻസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതേപോലെ രോഹിത്തും ഗില്ലും എല്ലാം നല്ല ഫോമിലായിരുന്നു. രോഹിത്തും ഗില്ലും നല്ല രീതിക്ക് ബാറ്റ് ചെയ്തു, നല്ല രീതിക്ക് ബാറ്റ് വീശി. ഓപ്പണിങ് നല്ല രീതിക്കായിരുന്നു സ്കോർ ചെയ്തത്. അത് കഴിഞ്ഞ് രോഹിത്തിന്റെ വിക്കറ്റ് പോയി. നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന രോഹിത്തായിരുന്നു, പക്ഷെ വിക്കറ്റ് പോയി. പിന്നെ അതേപോലെ തന്നെ കോഹ്ലി വന്നതിന് ശേഷം ഗില്ലും കോഹ്ലിയായിട്ട് നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു, നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു അതിലുണ്ടായത്. ഇതിന്റെ ഇടയിൽ കോഹ്ലി ബാറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഓവർ ത്രോ വന്നത്, കോഹ്ലി ഫീൽഡർ ഓവർ ത്രോ ചെയ്തത് തടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി അത് അപ്പീൽ ചെയ്ത് വിക്കറ്റ് ഇടുമെന്ന് കരുതിയത്. എന്തോ അവർ ശ്രദ്ധിച്ചില്ല, എന്തോ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. എന്തോ ഭാഗ്യത്തിന് അത് നടന്നില്ല. അതുകൊണ്ട് ഒരു സെഞ്ചുറി കിട്ടി, ഇന്ത്യ ജയിക്കുകയും ചെയ്ത്. ചിലപ്പോൾ അത് അവർ അപ്പീൽ ചെയ്ത് ഔട്ടാക്കുന്നതിന് ചിലപ്പോൾ റിസൾട്ട് വേറെ രീതിയിൽ വന്നാനെ. ശുഭ്മാൻ ഗില്ല് 46 റണ്ണിന് ഔട്ടായി. അബ്രാറാണ് ഔട്ടാക്കിയത്. പക്ഷെ ഔട്ടാക്കിയ ഗില്ലിനെ സെൻഡ് ഓഫ് ചെയ്തത് ഇച്ചിരി റോങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കരുതി തിരിച്ച് കോഹ്ലിയോ വേറെ ആരെങ്കിലും അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ ഒരു സ്പോർട്സ്മാൻഷിപ്പിലായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി അടുത്ത മാച്ചിൽ ഇനി ഇതാണൊക്കെ തിരിച്ച് കോഹ്ലി റിപ്ലൈ കൊടുക്കുമെന്ന് അറിയത്തില്ല. കോഹ്ലിയുടെ സ്വഭാവം അതാണ്. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആൾ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ശ്രേയസ് അയ്യറുമായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പായിരുന്നു വീണ്ടും കിട്ടിയത്. അവരാണ് എനിക്ക് എടുത്തു പറയേണ്ടുന്ന അവർ തമ്മിലുള്ള റൺ സിംഗിളും ഡബിളും എടുക്കുന്നതിനുള്ള റൺ ബിറ്റ് അത് ടോപ്പായിരുന്നു. നമ്മളിപ്പം കോഹ്ലിയെ നമുക്കറിയാം, നല്ല ഫിറ്റ്നസ് ആണ് ആള്. ഇതിന്റെ ബിറ്റ്വീൻ വിക്കറ്റ്സ് നല്ല റണ്ണാണ് എടുക്കുന്നത്, നല്ല ഓട്ടമാണ്. അപ്പൊ നമ്മൾ ആളോടുന്ന മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓടണം. ഒരു ടീമിൽ വേണ്ടിയിട്ട് 2 പേരും ഓടുന്നുണ്ട്. അപ്പൊ അത് നല്ല പ്രോപ്പറായിട്ട് ഓടിയാലേ റണ്ണും സിംഗിളും ഡബിളും കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിരുന്നു. അതെനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കമന്റേറ്റേഴ്സ് അത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഫിറ്റ്നസ്, കോഹ്ലിയുടെ ഫിറ്റ്നസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ഫിറ്റ്നസ്സും അതേ കണക്ക് വന്നാലേ കോഹ്ലിയോടൊപ്പം ഓടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യൻ ടീമിന്റെ ഫുള്ള് ഫിറ്റ്നസ്സും പക്കയാണെന്നുള്ളത് അവിടെ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു അത്. പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് ഇച്ചിരി ഫിഷ് ആയിട്ട് തോന്നിയത് എന്തോന്ന് വെച്ചാൽ, കോഹ്ലി സെഞ്ചുറിയിലോട്ട് അടുത്തപ്പം ഒരു അനാവശ്യമായിട്ടൊരു റിസ്വാൻ ബോൾ മിസ്സാക്കിയതുപോലെ എനിക്ക് തോന്നി, വെറുതെ റണ്ണ് പോകാനായിട്ട്. അതാകുമ്പോഴത്തേക്കും കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് തോന്നിയതാണോ അതോ ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. അനാവശ്യമായിട്ട് ഒരു റണ്ണ് വിട്ടുകൊടുത്ത പോലെ തോന്നി. അതേപോലെ ഷൈനെ പ്രതി വൈഡ് എറിഞ്ഞതും വേണമെന്ന് വെച്ചൊരു ബൗൺസ് എറിഞ്ഞ പോലെ. ഇനി അതാണോ എനിക്ക് തോന്നിയതായിരിക്കാം ചിലപ്പം. ഇപ്പൊ കാര്യം നമ്മൾ ഓൾറെഡി ബംഗ്ലാദേശ് അതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി പാകിസ്ഥാൻ അത് വെച്ച് കാണിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നിയത് ആ സമയത്ത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് പറയണേ. അങ്ങനെ അവസാനം 2 റണ്ണ് ജയിക്കാൻ വേണ്ടിടത്തുനിന്ന് ഒരു 4 അടിച്ച് ജയിക്കുകയും ചെയ്തു. കോഹ്ലി സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അങ്ങനെ ഇതിന്റെ ഇടയിൽ 14,000 റൺസ് ടോട്ടൽ അന്താരാഷ്ട്ര കരിയിൽ 14,000 റൺസ് എന്ന് നേടി കോഹ്ലി. അത് ഏറ്റവും കുറഞ്ഞ മാച്ചസിൽ 3ാം സ്ഥാനത്തായി. ക്രിക്കറ്റ് ചരിത്രത്തിലെ 3ാം സ്ഥാനക്കാരനായിട്ട് കോഹ്ലി മാറിയിട്ടുണ്ട്. പിന്നെ സച്ചിൻ 18,000-ന് മേളിലാണ്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, 4,000 ഡിഫറൻസ് ഉണ്ട്. അത് ഉടനെ നേടുവോ എന്തോന്ന് അറിയത്തില്ല. കോഹ്ലിക്ക് ഇനി എത്ര നാൾ ഇത് മാച്ചസ് കളിക്കാൻ പറ്റും, അതിനനുസരിച്ചിരിക്കും അതിലെത്ര റൺ എടുക്കാൻ പറ്റും. എന്നാലും 18,000 തൊടുക എന്നൊരു അപ്രാപ്യമാണ്. കോഹ്ലിയുടെ കാര്യമായിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. അങ്ങനെ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മളെ വിഷമിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ പുറത്താക്കിയവർക്ക് വേണ്ടിയിട്ട്, ഫൈനലി നമ്മളെ പുറത്താക്കി കപ്പടിച്ചവരെ നമ്മൾ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറുവൈരകളായ പാകിസ്ഥാനെ നമ്മൾ ഔട്ടാക്കിയിരിക്കുകയാണ്. അവർ 2 കളി തോറ്റിട്ടുണ്ട്. ഇനി റൺ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എനിക്ക് സ്കോപ്പ് കുറവാണ്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇത് കണക്ക് പുറത്താകുന്ന രീതിയിൽ നിന്നിട്ട് അകത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കയറിയ ടീമുകളാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ബൈ ലെക്കിൽ വല്ലതും കിട്ടി കയറിയാലേ ഉള്ളൂ. എന്നാലും പാടാണ്, കാരണം ന്യൂസിലൻഡ് നല്ല ഫോമിലാണ്. ഇനി അടുത്തത് ഇന്ത്യയും ന്യൂസിലൻഡായിട്ടുള്ള മാച്ചസ് ആണ്. അതിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡ് തോറ്റിട്ട് പിന്നെ ന്യൂസിലൻഡിന് ബംഗ്ലാദേശായിട്ടുള്ള കളി ജയിച്ച ന്യൂസിലൻഡ് കയറും, പാകിസ്ഥാനും ബംഗ്ലാദേശ് ഔട്ടാവും. ഇനി മറിച്ച് ബംഗ്ലാദേശ് തോറ്റ് ബംഗ്ലാദേശ് ന്യൂസിലൻഡും ഓരോ കളി വെച്ച് തോറ്റ് പോവുകയാണെങ്കിൽ, ബംഗ്ലാദേശ് ഒരു കളി ജയിക്കുകയാണെങ്കിലും പാകിസ്ഥാൻ ഒരു കളി ജയിക്കുകയാണെങ്കിലും റൺ റേറ്റ് നോക്കിയിട്ടായിരിക്കും ഇവർ അടുത്ത 2ാം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നത്. അതിൽ വളരെയധികം സ്കോപ്പ് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ന്യൂസിലൻഡും ബംഗ്ലാദേശും മാച്ച് കണക്കിരിക്കും പാകിസ്ഥാൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് പാകിസ്ഥാനിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഔട്ട് ആവുമെന്ന്. ഇന്ത്യയുടെ അടുത്ത മാച്ച് ന്യൂസിലൻഡുമായിട്ടാണ്. അത് 2-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പം അത് നല്ലൊരു ടഫ് മാച്ച് ആയിരിക്കും. കാര്യം ന്യൂസിലാൻഡും നല്ല ഫോമിലാണ്, ഇന്ത്യയും നല്ല ഫോമിലാണ്. അപ്പം ന്യൂസിലൻഡ് നമ്മൾ ഇന്ത്യയെ വന്ന് ടെസ്റ്റ് തോൽപ്പിച്ച് തന്നെ അതിൻ്റെ ഒരു പ്രതികാരമുണ്ട്. ഇവരതിൽ നിന്ന് തോൽപ്പിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജിലോട്ട് പോകാം. ഇതിൽ അവർ തോറ്റ് കഴിഞ്ഞ് ബംഗ്ലാദേശ് ജയിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെ ജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനും കയറാം. അപ്പം അടുത്ത മാച്ച് നല്ല ടഫായിരിക്കും. അതും UAE വെച്ചിട്ടായിരിക്കും, സെയിം ടൈം ആയിരിക്കും. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ ഒരു അവലോകനം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതേപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.